എം ജയചന്ദ്രൻ, നമുക്കറിയാം ഈ വാർത്തകൾ വരുന്ന ഒരു വഴി നമുക്ക് വളരെ കൃത്യമായി അറിയാം. നമുക്ക് ആലത്തൂർ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ടല്ലോ, സരസു ടീച്ചർ പ്രധാനമന്ത്രിയുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണം വളരെ വൈറലായൊരു ഫോൺ സംഭാഷണമാണ്. അതായത് പറഞ്ഞു പറയിപ്പിക്കുന്ന വിധത്തിലാണ് അത്തരത്തിൽ അവരുടെ ഒരു ശബ്ദശകലങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാകുന്നത്. കരുവന്നൂർ വിഷയം സരസു ടീച്ചർ മുന്നോട്ട് വെക്കുകയാണ്. കരുവന്നൂരിൽ എന്ത് സംഭവിച്ചാലും നടപടിയെടുക്കുമെന്ന് മോദി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ മോദി വരാൻ പോകുന്നു. കരുവന്നൂർ കേന്ദ്രീകരിച്ച് കരുവന്നൂർ പ്രദേശം മുൻനിർത്തി ഒരു പൊതുയോഗമൊക്കെ സംഘടിപ്പിച്ച് അവിടെ റോഡ് ഷോയൊക്കെ നടത്തി ഈ പ്രശ്നം പൊതുജന മധ്യത്തിൽ ആളിക്കത്തിക്കാനുള്ളൊരു ശ്രമം അവർ നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം 2 തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ 2 തവണ സുരേഷ് ഗോപിക്ക് വേണ്ടി നരേന്ദ്രമോദി നേരിട്ട് കളത്തിലിറങ്ങുകയാണ് തൃശ്ശൂർ ചെയ്തത്. ഇപ്പോൾ പ്രഖ്യാപനത്തിന് ശേഷം വരാൻ പോകുന്നു. അതായത് തൃശ്ശൂർ പിടിക്കുക എന്നുള്ളത് ഇവരുടെ വലിയ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് അന്വേഷണ ഏജൻസികളെയും കൂട്ടു നിർത്താൻ ശ്രമിക്കുന്നു എന്നല്ലേ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? അതെ, ചില കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയേണ്ടതുണ്ട് നീലിമാണ്. അത് ഇപ്പോൾ ഈ കരുവന്നൂരിൻ്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ. ഈ ചർച്ചയിൽ BJP പ്രതിനിധിയായി പങ്കെടുത്ത പ്രിൻഡു മഹാദേവ് പറഞ്ഞത് 300 കോടി രൂപയുടെയാണ് അഴിമതിയാണ്, 300 കോടി രൂപയുടെ അഴിമതിയാണ് ഈ കരുവന്നൂർ കേസിൽ എന്നാണ് പറഞ്ഞത്. അവിടെ മുതൽ ഞാൻ തുടങ്ങാം, നീട്ടിക്കൊണ്ടു പോകാതെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. 2023 നവംബർ 1-ാം തീയതിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 12,000 പേജുള്ള കുറ്റപത്രം കരുവന്നൂർ കേസിൽ കോടതിയിൽ സമർപ്പിച്ചത്. അത് ശ്രീ പ്രിൻഡു ഒന്ന് ഓർക്കണം കേട്ടോ. 12,000 പേജാണ് കുറ്റപത്രം. 55 പേരാണ് പ്രതികൾ. ആ പ്രതികളിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന 1-2 പേരെ മാപ്പുസാക്ഷികളാക്കി, സുനിൽകുമാറും ബിജു കരീമും. അത് വേറൊരു കാര്യം. പക്ഷേ പ്രിൻഡു ഇപ്പോൾ പറഞ്ഞ 300 കോടി രൂപയുണ്ടല്ലോ, അത് ED അംഗീകരിച്ചിട്ടില്ലെന്ന്. ED കോടതി കൊടുത്ത എത്ര രൂപയാണെന്നറിയാമോ? 60 കോടി രൂപ. 60 കോടി രൂപയാണത്രേ കരുവന്നൂരിൽ EDയുടെ അന്വേഷണത്തിൽ കിട്ടിയ അഴിമതി നടന്ന തുകയുടെ സംഖ്യ, വലിപ്പം അത്രയാണ്, 60 കോടി. നിങ്ങളെത്രയാണ് പറയുന്നത്? 300 കോടി. അത് PMLA കോടതി കൊടുത്തതാണ് കേട്ടോ. ED എറണാകുളത്തെ കലൂരിലുള്ള PMLA കോടതി കൊടുത്ത 12,000 പേർ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമാണ് ഞാനീ പറയുന്നത്. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ 300 കോടി കിട്ടിയത്? അത് പറയണ്ടേ? പിന്നെ ഏറ്റവും വിചിത്രമായ അടുത്ത ദിവസങ്ങളിലിറങ്ങിയ വേറൊരു കഥയുണ്ട്. ED പറഞ്ഞു, എന്താണ് പറഞ്ഞത്? CPIMന് കരുവന്നൂരിൽ 5 രഹസ്യ അക്കൗണ്ടുകളുണ്ട്. അതാണ് ഏറ്റവും പുതിയ വെർഷൻ, അതാണല്ലോ, 5 രഹസ്യ അക്കൗണ്ടുകൾ. ഇപ്പോൾ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലും രഹസ്യ അക്കൗണ്ടിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ രഹസ്യ അക്കൗണ്ട് ഒന്ന് പൊട്ടിക്കുകയാണ് ഇവിടെ. കേരളത്തിലെ കൈരളിയുടെ പ്രേക്ഷകർ അത് ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ. ഈ 5 അക്കൗണ്ട് എന്ന് പറയുന്നത്, 1 അക്കൗണ്ട് നമ്പർ 9513 CPIM പൊറത്തുശ്ശേരി ബിൽഡിംഗ് ഫണ്ട്. പിന്നെ അതിൽ ആ അക്കൗണ്ടിൽ ഇപ്പോൾ ബാലൻസ് ഉള്ളത് 1240 രൂപ. അക്കൗണ്ട് നമ്പർ 2 CPIM ഏരിയ കോൺഫറൻസ് സൂനിയർ കമ്മിറ്റി. ആ അക്കൗണ്ടിൽ ബാക്കിയുള്ളത് 87,474 രൂപ. അക്കൗണ്ട് നമ്പർ 3 CPIM പുറത്താട് ബ്രാഞ്ച് കമ്മിറ്റി. ആ അക്കൗണ്ടിൽ ബാക്കിയുള്ളത് 118 രൂപ. അക്കൗണ്ട് നമ്പർ 4 CPIM പുറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി. അക്കൗണ്ടിൽ ബാക്കിയുള്ളത് 760 രൂപ. അക്കൗണ്ട് നമ്പർ 5 CPIM പുറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി. ആ അക്കൗണ്ടിൽ ബാക്കിയുള്ളത് 1293 രൂപ. ഇതാണ് രഹസ്യ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ രഹസ്യ അക്കൗണ്ട് ആണെങ്കിൽ എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടില്ലല്ലോ. ഇത് കേരളം ഈ ഇത്തരം നുണകൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഈ ഡീറ്റെയിൽസ് എടുത്ത് ഇവിടെ ഇപ്പോൾ അത് പറയുന്നത്. ഇതേ നുണയുടെ എക്സ്റ്റൻഷനാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രിൻഡു, എന്താണെന്നറിയാമോ? RBIയുടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ആ ഇൻസ്ട്രക്ഷൻ സ്റ്റാൻഡിങ് തന്നെയാണ്. ഏത് ബാങ്കിലാണെങ്കിലും ശരി, നാഷണലൈസ്ഡ് ബാങ്കിൽ RBI ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏത് ബാങ്കിലും 5 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാളോ സ്ഥാപനമോ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് അന്ന് തന്നെ RBI അറിയിക്കണം. അത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഈ പറയുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയിലെ
ജോലി ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ പണി ചെയ്തില്ലെങ്കിൽ RBI ആദ്യം ചോദിക്കണം ഉദ്യോഗസ്ഥന്മാരോട്, എന്നിട്ട് വേണം ബാക്കിയുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറാൻ ഇറങ്ങി തിരിക്കാൻ. അതല്ലേ പിന്നെ ചെയ്യേണ്ട പണി അതല്ലേ? ഈ പറയുന്ന ഏതെങ്കിലും തുകയിൽ മറ്റത് മാറ്റി നിർത്തുക, കരുവന്നൂർ മാറ്റി നിർത്തുക, ഇന്ത്യൻ ബാങ്കിലേക്ക് മാത്രം വരികയാണ്. ഈ തുകയിൽ ഏതെങ്കിലും തരത്തിലുള്ള താങ്കൾ ഒരുപാട് വിശദീകരിക്കാൻ ശ്രമിച്ച് പാഴായിപ്പോയ കേസുണ്ടല്ലോ, താങ്കളുടെ സ്വന്തം കേസ്, ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ്, അതിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. ഇതിൻ്റെ ചെലവിൻ്റെ കാശ് ഏപ്രിൽ 2-ാം തീയതി എടുത്ത് 1 കോടി രൂപയാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അതിപ്പോൾ കൊടുക്കാൻ ഒരാൾക്കും ആവശ്യപ്പെടാൻ പറ്റില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. അതും കഴിഞ്ഞ് 3 മാസം കൊടുത്താൽ മതി കണക്ക്. അങ്ങനെയാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. 1951 നിലവിൽ വന്ന ആ ജനപ്രാതിനിധ്യ നിയമം ഇവിടെ ഭേദഗതി ചെയ്തിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടിന് ഭേദഗതി ചെയ്തിട്ടുണ്ട് 2 കാര്യങ്ങൾ, അതിരിക്കട്ടെ. ബാക്കി ഇപ്പോഴും നിൽക്കുന്ന അത് തന്നെയാണ്. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോ IT-ക്കോ കയറി എന്തിനാണ് ഈ കാശ് ഇപ്പോൾ എടുത്തതെന്ന് ചോദിക്കാൻ അധികാരം എന്താ ഉള്ളത്? ഇനി ഒരധികാരമില്ലെങ്കിലും കേന്ദ്ര ഏജൻസിയാണ്, ഇലക്ഷനാണ്, BJPക്ക് താല്പര്യങ്ങളുണ്ട്, ചോദിച്ചോളൂ. പക്ഷെ നിയമാനുസൃതം വേണ്ട ചോദിക്കാൻ. ഒരു നോട്ടീസ് കൊടുത്ത് നിങ്ങളുടെ ഇങ്ങനെ അനധികൃതമായ പണം ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടല്ലോ, എങ്ങനെയാണ് ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ബേഴ്സ്മെൻറ്റ് എങ്ങനെയാണ് എന്നൊക്കെ ഒരു നോട്ടീസ് കൊടുത്തോ. അല്ലാതെ നോട്ടീസ് കൊടുക്കാതെ കയറി കഴുത്തിന് കത്തി വെക്കുന്നത് പോലെ പിടിമുറുക്കാനായിട്ട് ഇതെന്താ ചന്തയിൽ നടക്കുന്ന ആക്രി കച്ചവടമോ അല്ലെങ്കിൽ പിടിച്ചുപറിയോ മറ്റിടപാടോ എന്തെങ്കിലും ആണോ? അങ്ങനെയാണോ IT ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിക്കുന്നത്? ഇതെവിടെ പോയി നിൽക്കും? ഇനി അങ്ങനെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിലല്ല, ഒടുവിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഈ വിവരവിനിമയം നടന്നിട്ടില്ല എങ്കിൽ നിയമം പറയുന്നുണ്ട്, IT നിയമം പറയുന്നുണ്ട്, ആദായനികുതി വകുപ്പിൻ്റെ നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, അങ്ങനെ വിവരവിനിമയം നടന്നിട്ടില്ലെങ്കിൽ ആദായനികുതി വകുപ്പിൻ്റെ നിയമപ്രകാരമുള്ള പെനാൽറ്റി ഒടുക്കിയാൽ മതിയെന്ന്. ഇതൊക്കെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആണ്. ഇത് നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള കടന്നുകയറ്റം ഇലക്ഷൻ മധ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നിവൃത്തിയില്ലാതെയാണെങ്കിലും വസന്ത് അംഗീകരിച്ചത് ഞങ്ങൾ സംശയിക്കുന്നു. ഏതാണ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളെ ആകെ വേട്ടയാടുന്ന തരത്തിലേക്ക് ഇത് മാറുകയാണോ? ഇവിടെ അങ്ങനെയല്ല വരാൻ പോകുന്നത്. കോൺഗ്രസിന് വേറെ ഒരുപാട് അപ്രിഹെൻഷൻസ് ഉണ്ടാവും. പക്ഷേ ഇത് പ്രശ്നം വേറെയാണ്. ഇത് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. 60 കോടി രൂപ നിങ്ങളുടെ ED പറഞ്ഞത് നവംബർ 1-നാണ് 12,000 പേജുള്ള കുറ്റപത്രം കൊടുത്തിട്ട് 60 കോടി എന്നേ പറഞ്ഞുള്ളൂ. ഇപ്പം ഇവരെ കാണിച്ച വൃത്തികേടിന് ആരോട് സമാധാനം പറയും? എവിടെ ചെന്ന് ചോദിക്കും? എവിടെ ചെന്ന് നിൽക്കും ഈ IT വകുപ്പ്? എവിടെ നിൽക്കാൻ കഴിയില്ല. അടിമുടി ചീട്ടുകൊട്ടാരം പോലെ തകരുകയല്ലാതെ ഇക്കാര്യത്തിൽ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നിയമ നടപടി വളരെ കൃത്യമായി